കൂട്ടുകാർ പത്തര മാറ്റി വളരെ നാടകീയമായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര റയർ ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മുടെ ദേവയാനിയുടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അനന്തപുര തറവാട്ടിൽ നമ്മുടെ അനാമികയ്ക്ക് ഉണ്ട്, നയനയ്ക്ക് ഉണ്ട്, സകലർക്കും ഉണ്ട്. നമ്മുടെ നയനയ്ക്ക് വന്നതാണ് ഭയങ്കര അത്ഭുതം. നമുക്കറിയാം കറങ്ങി തിരിഞ്ഞ് കഥ ഇങ്ങനെയൊക്കെ വരുള്ളൂ. നയന ബ്ലഡ് കൊടുക്കുന്നു. പക്ഷേ നയന പറയും ഞാനാണ് കൊടുത്തതെന്ന് അമ്മയോട് പറയരുത് കേട്ടോ. നയന അങ്ങനത്തെ ഒരു പെണ്ണാണല്ലോ. എല്ലാം ഇങ്ങനെ അങ്ങനത്തെ എന്താ പറയാ ഭയങ്കര കുലസ്ത്രീ പോലത്തെ ഒരു പെണ്ണാണല്ലോ. താൻ ചെയ്ത നന്മകൾ ആരും പുറത്തറിയരുത് അയ്യോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു പെണ്ണ്. അപ്പൊ നമ്മുടെ ആദർശനോടും പറയും ആദർശേട്ടാ ഞാനാണ് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് ഒരിക്കലും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങനത്തെ ഒരു ഡയലോഗ് എന്തായാലും ഉറപ്പാണല്ലോ. ലാസ്റ്റ് നമ്മുടെ ദേവയാനെ അറിയത്തില്ല. ദേവയാൻ വിചാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ അനാമിക അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും തനിക്ക് ബ്ലഡ് തരുന്നതാണ് താൻ രക്ഷിച്ച് തനിക്ക് ജീവൻ തിരികെ കിട്ടിയതെന്നായിരിക്കും നമ്മുടെ ദേവയാനയുടെ ഒക്കെ ഒരു തോന്നൽ കേട്ടോ. പോകെ ചിലപ്പോൾ കഥ ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴായിരിക്കും നമ്മുടെ മരുമോളും അമ്മായിയമ്മയും എപ്പോഴെങ്കിലുമൊക്കെ ഒരു സ്നേഹത്തിലാകണമല്ലോ. ആ ഒരു നിമിഷമായിരിക്കും നമ്മുടെ സംവിധായകൻ ചിലപ്പോൾ ആദർശിനെ കൊണ്ടിക്കാര്യം നമ്മുടെ അമ്മയോട് പറയിപ്പിക്കാൻ പോകുന്നത്. അമ്മയിപ്പം ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് നയനയുടെ ചോര കൊണ്ടാണെന്ന്. അപ്പോഴായിരിക്കും നമ്മുടെ ദേവയാനിക്ക് നയനയോട് ഒരു സ്നേഹവും അപ്പതൊക്കെ തോന്നി തുടങ്ങുന്നതും മരുമോളെ സ്നേഹിച്ച് തുടങ്ങുന്നതും. അങ്ങനെയൊക്കെ തന്നെ ആകാം കഥ അല്ലെ. അപ്പൊ ഇതായാലും നമുക്ക് നോക്കി കാണാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.